അഴായി പോകുന്നു ഈ ജീവിതം, പലകുറി അരിഞ്ഞരിഞ്ഞെന്നെ തള്ളുന്നു. പണത്തോളം കണ്ണിച്ചോരയില്ലാത്തവർ ഈ പാചകക്കാർ. എന്തിനാ നിങ്ങളിങ്ങനെ കരയുന്നത്? എന്റെ ഉള്ളിയുടെ ദുഃഖെന്നുള്ള കവിത കേട്ടിട്ടാ? ഓ, ഈ സവാള എരിയുമ്പോഴേ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചാ പിന്നെ കണ്ണിന് വെള്ളം വരില്ല. അതെയോ? ആ, എന്നാലും എന്റെ സുജേ, ഈ ശ്രീകുമാർ ഇതൊക്കെ എങ്ങനെ പഠിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അത് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്തും പഠിച്ചു പോവില്ലേ? എന്നെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിപ്പിച്ചു തന്നൂടെ? ശാരദയെടുത്തിയേ, ആ ചന്ദ്രനോട് ദുബായിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവൾക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ പറ. എടാ ശ്രീകുമാറേ, ഏ? ആ കുറിപ്പേട്ടിന് അടിച്ചടിച്ച് ഓഫായടാ. അതെയാ ചേച്ചി, കുറുപ്പേട്ടന ഔട്ടായിന്ന്. ആ, അല്ലെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് എന്നും ഇന്റർവെല്ല, ഒന്നും പറയണ്ട. ഏ? നീ ഒന്നിങ്ങി വന്ന ലക്ഷ്മി എടുത്തി, ഇതൊക്കെ ഒന്ന് നോയിക്കൊള്ളേ. നല്ല ചൂടൊന്നും വീശി. അതെ, വീശണതൊക്കെ കൊള്ളാം. അവസാനം കുറുപ്പേട്ടനെ പോലെ ചീരവാടിയതുപോലെ ആവരുത്. തീയില് കുരുത്തത് ഒരു സ്മോളിലൊന്നും വാടില്ല മോളെ. എന്റെ കപ്പാസിറ്റി നിനക്ക് അറിഞ്ഞൂടാ. അയ്യോ, മഴ മഴ മഴ. നീയായിരുന്നു, നിനക്ക് പോറായോ? അയ്യോ, ഇന്നലെ ഞാൻ ആകെ ഔട്ടായി പോയടി. ഇന്നലെ രാത്രി എന്താ അവിടെ കാട്ടിക്കൂടിയെന്ന് വല്ല ഓർമ്മയുണ്ടോ റോയിച്ചായന്റെ വീട്ടില്? ആ, അയാൾ വാള് വെക്കുന്നതിന് മുമ്പ് വീണത് നന്നായി. ശ്രീകുമാറേ, കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാനും എന്റെ റോസമ്മയും ഒരുമിച്ച്. നിനക്കറിയാവോ, ഞങ്ങള് തമ്മിൽ ഇന്ന് വരെ ഒരു സൗന്ദര്യപ്പിണക്കം പോലും ഉണ്ടായിട്ടില്ല. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആരുടെ ജീവിതത്തിലടാ ഉണ്ടാകത്തെ? പക്ഷേ ഞങ്ങളുടെ ഇടയിൽ അതുപോലും ഇല്ലടാ. റോയിച്ചായ, എന്താടാ? അഭിപ്രായ വ്യത്യാസം വേണം, വഴക്കുണ്ടാവണം, അടി പിടി തമ്മി തല്ല്, എന്നാലല്ലേ ആ സ്നേഹത്തിന്റെ ഒരു വിലയേറിയൂ. അതെ, റോയിച്ചിനും റോസമ്മയും തമ്മില് ശരിക്കും സ്നേഹത്തെക്കാൾ ഉപരി ഒരു കോംപ്രമൈസ് അല്ലേ? എന്ത് കോംപ്രമൈസ്? അല്ല, റോയിച്ചിന് ഇന്നേ വരെ എന്തെങ്കിലും ഒരു രഹസ്യം റോസമ്മന്ന് മറച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല. എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒന്നും ഉണ്ടോ? ഓർത്തു നോക്കി. പോരട്ടെ ഇങ്ങടെ. അത് പിന്നെ അതന്നെ പോരട്ടെ. കല്യാണത്തിന് മുമ്പ് ഞാൻ പഠിച്ചോണ്ടിരിക്കുമ്പോ എനിക്കൊരു കുട്ടിയായിട്ട് ചെറിയൊരു അടുപ്പം ഉണ്ടായിരുന്നു. ഓ, അതിപ്പോ എത്ര കാലായി? എന്തായാലും ഈ വിവരം റോസമ്മയ്ക്ക് അറിയാമോ? അതെന്തിനാടാ? അറിയണം റോയിച്ചായ, അറിയണം. അയ്യോ, ഇപ്പൊ ഞാനും സുജയും തമ്മില് ഇന്നേ വരെ ഒരു രഹസ്യവും ഞങ്ങൾ പരസ്പരം പറയാതിരുന്നിട്ടില്ല. 3 പഠിക്കുമ്പോ മാലു എനിക്ക് മുത്തം തന്നത്, 10 പഠിക്കുമ്പോ പാർവതി എന്നെ പട്ടീന്ന് വിളിച്ചത്, അങ്ങനെ എന്തെല്ലാം. അതാണ് റോയിച്ചായ സത്യസന്ധത എന്ന് പറയുന്നത്. അതൊക്കെ പോട്ടെ, അതൊരു പെണ്ണേരും പറയല്ലേ. അതിന് പോരട്ടെ, പോരട്ടെ. ഒന്ന് പറയട്ടെ. ഒരു ചിഹ്നം പിന്നെ മഴയുള്ള ഒരു ദിവസം അവളിങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുക. ഞാൻ എന്റെ ബുള്ളറ്റില്. പക്ഷെ ഈ വിവരം റോസമ്മ അറിയണം റോയിച്ചായ, അറിയണം. വേണോ? ഈ 25ാം വാർഷികത്തില് അച്ചായനെ കെട്ടിപ്പിടിച്ച റോസമ്മ ഒരു ഉമ്മ തരും. സത്യമാണോ?